സ്പെയിനിലെ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കാൻ ക്ഷണം ലഭിച്ചിട്ടും പണം ഇല്ലാതെ സ്വപ്നം കുഴിച്ചു മൂടാനൊരുങ്ങി 20-കാരൻ. മഞ്ചേരി സ്വദേശി ഷെമിലാണ് സ്പെയിനിലേക്ക് പോകാനുള്ള ഭീമമായ സാമ്പത്തിക ബാധ്യതയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നത്. സ്പെയിനിലേക്ക് പറക്കാനായാൽ മലപ്പുറം ജില്ലയ്ക്ക് തന്നെ അഭിമാനമാകും ഷെമിൽ. ഷെമിലിന്റെ ആഗ്രഹം എങ്ങനെ സഫലമാക്കുമെന്ന് ആലോചിക്കുകയാണ് നാട്ടുകാരും. സ്പെയിനിലെ അൽകാർക്കോൺ, ഡിപ്പോർട്ടിവോ അലാവ്സ്, ഡ്രാഗൺസ് ഡി ലാവാപൈസ്, സീലോ ഫുട്ബോൾ എന്നീ 4 ക്ലബ്ബുകളിൽ നിന്നാണ് ടീമുമായി കരാറൊപ്പിടാൻ ഷെമിലിന് ക്ഷണം ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബറിൽ 1.5 മാസത്തോളം സ്പെയിനിൽ പരിശീലനത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു. ഇതിനുശേഷം നാട്ടിലെത്തിയപ്പോഴാണ് വിവിധ ക്ലബ്ബുകളിൽ നിന്ന് ഷെമിലിനെ ടീമിൽ കളിക്കാനായി ബന്ധപ്പെട്ടത്. എന്നാൽ ഇതിനു വരുന്ന സാമ്പത്തിക ചെലവാണ് ഷെമിലിന് തടസ്സം. 22 ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്ക് താമസവും ഭക്ഷണവും അടക്കം ചിലവ് വരുന്നത്. ഷെമിലിനെ സഹായിക്കാൻ ആത്മാർത്ഥമായി തന്നെ ഒപ്പമുണ്ടെന്ന് വാർഡ് കൗൺസിലർ സജിത പറയുന്നു. സർക്കാർ തലത്തിൽ ബന്ധപ്പെട്ടെങ്കിലും ഒരാളെ മാത്രമായി ഇത്തരത്തിൽ സഹായിക്കാനാകില്ലെന്നാണ് സർക്കാർ അറിയിച്ചത്. പ്രാദേശിക തലത്തിൽ നമുക്കത് പ്രയാസം തന്നെയാണ്. കാരണം മുനിസിപ്പാലിറ്റിക്ക് അങ്ങനെ ഒരു ഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ സർക്കാർ തലത്തിലേക്ക്, അതായത് കായിക മന്ത്രിയെ കണ്ടിട്ടുള്ളൊരു നമ്മളൊരു ഇത് കൊടുക്കുക ചെയ്തത്. പക്ഷേ അവിടെ നിന്നും പറഞ്ഞൊരു കാര്യം സ്പോൺസർമാരെ കണ്ടെത്തണം തന്നെയാണ്. കാരണം സർക്കാരിന് ഇങ്ങനെ ഒരാളെ സ്പോൺസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് പേരെ സ്പോൺസർ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്പോൺസർമാരെ കണ്ടെത്തിക്കാനുള്ളൊരു ശ്രമം അത് മന്ത്രി പറഞ്ഞിട്ടുണ്ട്, നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാനൊരു 6-7 മാസങ്ങൾക്ക് മുന്നേ ഇവിടുന്ന് സെലക്ട് ആയിട്ട് സ്പെയിനിൽ ട്രെയിനിങ്ങിന് പോയതായിരുന്നു. ഞാൻ ഫുട്ബോൾ ബസ് എന്ന അക്കാഡമിൻ്റെ കീഴിലായിരുന്നു പോയിരുന്നത്. ഏകദേശം 1.5 മാസത്തോളം ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ പിന്നെ തിരിച്ച് നാട്ടിലെത്തി. ജസ്റ്റ് ഒരു ട്രെയിനിങ് എന്നുള്ള രീതിക്ക് മാത്രമാണ് പോയത്. അതിന് ശേഷമായിരുന്നു അവിടുന്ന് ഏകദേശം 3-4 ക്ലബ്ബിലെ ആൾക്കാർക്ക് എൻ്റെ കളി ഇഷ്ടപ്പെട്ടു, അവർക്കവിടെ സൈൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാൾ വരുന്നത്. പക്ഷേ ഏകദേശം 1 കൊല്ലം അവിടെ സ്റ്റേ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 1 കൊല്ലം സ്റ്റേ ചെയ്യാനുള്ള അക്കോമഡേഷൻ, ഫുഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ചിലവിനുള്ള ഫണ്ട് നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലബ്ബ് പ്രൊവൈഡ് ചെയ്യും. കാരണം നമ്മളെക്കാട്ടിൽ എത്രയോ മെച്ചമുള്ള പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് നമ്മുടെ മേൽ ഫണ്ട് മുടക്കിയാണ് നിർത്തേണ്ട കാര്യമില്ല. നമ്മളെ ആവശ്യമാണ് അവിടെ നിന്നിട്ട് കളിച്ച് മുകളിലോട്ട് പോകണം എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു അവസരം തരുമ്പോൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. കാരണം ഏകദേശം ഇന്ത്യയിൽ ഇങ്ങനെ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു 2% പേർക്ക് കിട്ടുന്ന ചാൻസാണിത്. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ അവിടെ ആൾറെഡി ഉണ്ട് സ്പെയിനിൽ, മാഡ്രിഡിൽ, ജിതിൻ എന്ന് പറയും. അവനിപ്പോൾ 2ാമതൊരു ക്ലബ്ബിൽ അവിടെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട് എന്നാ വരുന്നതെന്നൊക്കെ. പക്ഷേ എനിക്ക് ഈ ഫിനാൻഷ്യലായിട്ടുള്ള ഇഷ്യൂ കാരണം പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. നാടിന്റെ തന്നെ അഭിമാനമാണ് ഷെമിലെന്ന് പൊതുപ്രവർത്തകനായ സന്തോഷ് കുമാറും സഹകളിക്കാരനും ക്ലബ്ബ് ഭാരവാഹിയുമായ ഫിദലും പറഞ്ഞു. പിന്നെ ഷെമിൽ ഒരു കഴിവുള്ള കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ കഴിവുകൾ പുറംലോകം അറിയാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ. സാമ്പത്തികമാണ് ഇപ്പോൾ ആകെ തടസ്സം. അപ്പോൾ അടുത്ത് മന്ത്രിനെ പോയി കണ്ടിരുന്നു. മന്ത്രി സ്പോൺസർമാരെ കിട്ടിയാൽ വേണ്ടത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പുറംലോകം അറിയണം അങ്ങനത്തെ ഒരു അവസ്ഥ. വീട്ടിലെ സാമ്പത്തിക കുറച്ച് ബുദ്ധിമുട്ടാണ്. അച്ഛൻ ഒരു രോഗിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിൽ അങ്ങനത്തെ സഹായങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ നാടിൻ്റെ ഒരു അഭിമാനം കൂടിയാണ് ഷെമിൽ എന്ന നമ്മുടെ അനിയൻ എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാവരും കണ്ട് ഷെമിലിന് എല്ലാ സഹായങ്ങളും, ഫുട്ബോൾ പരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും സാധിച്ചു കൊടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മഞ്ചേരി 22-ാം മൈലിലാണ് ഷെമിലിന്റെ വീട്. മുൻ സൈനികൻ കൂടിയായ ഉപ്പ കല്ലായി സജ്ജാദ് സഹീർ നിർധനനും രോഗിയുമാണ്. 10 വർഷം മുൻപുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സജ്ജാദിന് ഒരു ജോലിക്കും പോകാനാകില്ല. ഷെമിൽ വിദൂര വിദ്യാഭ്യാസ പഠനം വഴി BA സോഷ്യോളജി പഠിക്കുന്നതോടൊപ്പം അടുത്തുള്ള ഒരു ട്രാവൽസിൽ ജോലിക്കു കൂടി പോയാണ് കുടുംബം പുലർത്തുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ പോകാനുള്ള ചെലവ് നാട്ടുകാരാണ് സഹായിച്ചത്. ഇത്തവണ പോകാനായാൽ മലപ്പുറത്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിൽ കൂടി അതൊരു നാഴികക്കല്ലാകും. ക്യാമറാമാൻ ജിതിൻ പി ദാസിനൊപ്പം MP ജംഷീർ, കേരള വിഷൻ.